ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ലെങ്കിലേ ഈ പേ പിടിച്ചവളെ ഞാൻ ചവിട്ടിക്കൊല്ലും. എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോവോ? ഞാൻ ചവിട്ടി ഞാൻ ഭിത്തികേറ്റും. ആരാടാ നിന്റെ കുഴിത്തിരിപ്പ് പിടിച്ചോളാം? ആരാടാ? എങ്ങനെയുണ്ടല്ലോ നിനക്കിന്ന് ഞാൻ. അയ്യോ, എന്താ നാത്തൂനും നാത്തൂന്മാരൊക്കെ കളിയും ചിരിയൊക്കെ? എന്താ വിഷയം? ഞാനും കൂടിയാണ് കേൾക്കട്ടെ. ഇതേ ഞങ്ങൾ സ്ത്രീകളുടെ മാത്രം വിഷയവാ. സ്ത്രീകളുടെ മാത്രം വിഷയോ? നീ ഒറ്റ ഒരുത്തിയാടി ഓരോരോ കുറ്റങ്ങളും പറഞ്ഞ് എന്നെയും സഹോദരിമാരെയും തമ്മിൽ തെറ്റിക്കുന്നത്. പ്രകാശേട്ടാ, ആവശ്യമില്ലാത്തത് പറയരുത്. ഭർത്താവിന്റെ പ്രവൃത്തി ദോഷത്തിന് ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നതേ പ്രകാശിന്റെ വീട്ടിലെ പാലുകാച്ചലിനെ കുറിച്ചാ. പാലുകാച്ചലിനെ കുറിച്ച് എന്താ ഇത്ര പറഞ്ഞ് ചിരിക്കാൻ? ഭക്ഷണം ഏതാണ്ട് കുറച്ച് ബാക്കി വന്നപ്പോ അത് വീട്ടിലേക്ക് എടുത്തില്ല. ഗൃഹനാഥൻ അതിന്റെ വിലയിട്ട് കാറ്ററിംഗുകാരുടെ റേറ്റിൽ കുറച്ചെന്നാ നാട്ടുവർത്തമാനം. എന്തിനാടാ ഇത്ര എച്ചിത്തരം കാണിക്കുന്നേ? അതടി റേറ്റിൽ കുറച്ചു, അല്ലാതെ നിന്നെ പോലുള്ള ദരിദ്രവാസികളെ ക്ഷണിച്ചു വരുത്തിയിട്ടേ മൂക്കുമുട്ടെ ഞണ്ണ തന്നില്ല. ഞണ്ണിയ ശേഷം ആനക്കെടുപ്പതുള്ള പാർസലും ചുമന്നുകൊണ്ട് പോകാൻ കൊതിച്ചവർക്കൊക്കെ ചിലപ്പോ വിഷമമായി കാണും. അങ്ങനെയുള്ളവരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പ്രകാശനുണ്ടല്ലോ പുല്ല്. ആ പിശുക്ക് അതിഥികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന കാര്യത്തിൽ നീ കാണിച്ചില്ലല്ലോ. എടാ, മനുഷ്യനായ കുറച്ചൊക്കെ അന്തസ് വേണോടാ, അന്തസ്. വൃത്തികെട്ടവളെ. എന്താടാ നീ എന്നെ വിളിച്ചത്? വൃത്തികെട്ടവളാണ്. നിന്നേക്കാൾ വലിയ വൃത്തികെട്ടവൻ വേറെ ആരാടാ ഉള്ളത്? കാറ്ററിംഗ് വേഷത്തിലാണെങ്കിലും അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ കാണായിരുന്നു. ചേടാ, എന്റെ അമ്മ ചന്ദ്രികയുടെ കൈ തൊട്ടപ്പോഴാ നിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഞാനക്കം വെച്ചത്. ഇല്ലെങ്കിൽ പാലുകാച്ചലിന് പകരവേ അവിടെ ചൂലുകാച്ചൽ നടന്നേനെ. എന്നിട്ട് അവരെ വിളിച്ചിരുത്തി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞോടാ ഈ എരപ്പേ? അവര് കഴിക്കേണ്ട ഭക്ഷണം കൂടിയല്ലേ നീ കാറ്ററിംഗുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പണത്തിൽ കുറച്ചത്? നിന്നേക്കാൾ വലിയ നാളെ വേറെ ആരുണ്ടടാ? നാട്ടുകാര് പറയുന്ന കാര്യം സ്വന്തം പെങ്ങളുടെ നാക്കിയെന്ന് കേട്ടപ്പോ സമാധാനമായല്ലോ. സുചിത്രയെടുത്തി വേണ്ട, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അതിനെ ചൊല്ലിയൊരു തർക്കൊന്നും വേണ്ട. ലക്ഷങ്ങൾ മുടക്കി കഷ്ടപ്പെട്ട് ഞാനൊരു വീട് വെച്ചപ്പോഴേ കണ്ട എംബോക്കികൾക്ക് പറയാനും ചിരിക്കാനും ഒരു വിഷയം കിട്ടി. വെറുതെ അല്ലടി നിങ്ങൾ ഒരുത്തികൾക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടാവാത്തത്. ഇതൊക്കെയല്ലേ മനസ്സിലിരിപ്പ്? കണക്കായി പോയി. ശാപം പിടിച്ച നിന്റെ മണിയറ കെട്ടടത്തേക്കാൾ ഭേദമാടാ ഈ വാടക വീട്. സുചിത്രേ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ലെങ്കിലേ ഈ പേ പിടിച്ചവളെ ഞാൻ ചവിട്ടിക്കൊല്ലും. എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോവോ? ഞാൻ ചവിട്ടി ഞാൻ ഭിത്തികേറ്റും. ആരാടാ നിന്റെ കുഴിത്തിരിപ്പ് പിടിച്ചോളാം? ആരാടാ? എങ്ങനെയുണ്ടല്ലോ നിനക്കിന്ന് ഞാൻ. അയ്യോ, നിനക്കന്ന് കിട്ടിയ ചവിട്ടത് പോലെയാടാ. വേണ്ട, സഹോദരങ്ങൾ തമ്മിൽ അടിക്കണ്ട. അടിയൊക്കെ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. എന്റെ വിധിയാ ഇതൊക്കെ. ഞാനത് അനുഭവിച്ച് തീർത്തല്ലേ പറ്റൂ. വാടിക്കോട്ടെ, നടക്ക്. കൊല്ലും ഞാൻ. പോടാ സുത്രേ, നിന്ന് അഭിനയിക്കാൻ നിൽക്കാതെ വന്ന് വണ്ടി കയറി. എടുത്തി ഏറെ ഇങ്ങോട്ട്. ശരപ്പയാണോ? ശരപ്പ. നിങ്ങളെ ഈ വണ്ടിയിലാക്കിയിട്ട് പോകാൻ തോന്നുന്നില്ല എനിക്ക്. വിനുവേട്ടൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛനും അമ്മയും ഈ തകരപ്പെട്ടിയില്
എന്റെ കൂടെ വന്നൂടെ രണ്ടാക്കും? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. മോളെ, കൂടെ വന്ന നീയും വിനുവും എന്നെയും ചന്ദ്രുവിനെയും പൊന്നുപോലെ നോക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇത് ഞാനും ചന്ദ്രുവും ചേർന്നെടുത്ത ഉറച്ച തീരുമാനമാ. ഇനി ഞങ്ങള് ഒരു മക്കളുടെയും വീട്ടിലേക്കുമില്ല. ഇവിടെ ഈ ബസ്സിൽ തന്നെ കഴിയും. മോളീ പറയുന്ന പോലെ ഇതിനകത്ത് ഒന്നിനും ഒരു കുറവുമില്ല. ചന്ദ്രു അടുത്തുള്ളിടമാണ് മാധവന് കൊട്ടാരം. തിരിച്ചും അങ്ങനെ തന്നെ. ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. എന്റെ ഒരു കൂട്ടുകാരൻ സോമൻ ഏർപ്പാടാക്കി തന്നു തുടങ്ങിയതാ. ഇപ്പോ അതിന്ന് നല്ല വരുമാനമുണ്ട്. ആദ്യം വാടകയ്ക്കായിരുന്നു. ഇപ്പോ അത് സ്വന്തമെന്ന് പറയാവുന്ന തരത്തിലാ. ഇപ്പോ ഒരു വീട് വെക്കാനൊക്കെ ഞങ്ങൾക്ക് പറ്റുമെന്നൊരു തോന്നല്. ദൈവം സഹായിച്ച ഇവിടുന്ന് സ്വന്തം വീട്ടിലേക്കാവും മാറുന്നത്. മാധവന്റെയും ചന്ദ്രികയുടെയും സ്വപ്ന കൊട്ടാരത്തിലേക്ക്. എല്ലാം നടക്കും അച്ഛാ. ആരോരും ഇല്ലാത്ത എന്നെയും വിനുവേട്ടനെയും ചേർത്ത് പിടിച്ച മനസ്സുകൾക്ക് നല്ലതേ വരൂ. എന്നാലും ഞാൻ ഇത്രയും വിളിച്ചിട്ടും നിങ്ങൾ വരാതിരിക്കുമ്പോ ഞങ്ങളിപ്പോഴും അനാഥരാന്നുള്ളത് തോന്നല മനസ്സില്. നീ മാധവന്റെയും ചന്ദ്രുവിന്റെയും മരുമോളാ. ഞങ്ങളുടെ വിനുമോന്റെ ഭാര്യ. അനാഥ എന്നൊരു വാക്കിനി ഉച്ചരിച്ചാലേ ഒരു വീക്ക് വെച്ചിരു ഞാൻ. അമ്മായിയച്ഛന്റെ തല്ല് നീ കൊണ്ടിട്ടില്ലല്ലോ. അതെ, അമ്മായിമ്മയുടെ കയ്യിൽ നിന്നും കിട്ടും പെട. നിന്റെ ഈ ചിരിയ എന്നും ഞങ്ങൾക്ക് നിന്റെ ഈ മുഖത്ത് കാണേണ്ടത്. ഇനിയും ഞാൻ വരും എന്റെ അമ്മായച്ഛനെ അല്ല എന്റെ അച്ഛനെയും അമ്മയും കാണാൻ. എന്റെ കൂടെ വിനുവേട്ടനും ഉണ്ടാവും. ആ മോളെ, ദേ, ഇത് വെച്ചേക്ക്. അച്ഛൻ തരുന്നതാ. വാങ്ങു മോളെ. വേണ്ട അച്ഛാ, ഇപ്പൊ വേണ്ട. ഞാൻ പിന്നെ ഒരിക്കൽ വാങ്ങിക്കോളാം. പോട്ടെ അച്ഛാ. പോയിട്ട് വരാം. ശരി മോളെ. ഗുഡ് മോർണിംഗ് ചേച്ചി. ആ ഇതാര് ശ്യാമോ? വാ ഇരിക്കേ. ആ ഇരിക്കെ. ഇത് എന്റെ കസിനാ. ഹലോ. ഹലോ. നീ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ നാട്ടിലേക്ക് വന്നു? കുറച്ചു നാളായി. ഇപ്പൊ ഞാൻ വന്നത് ചേച്ചിയുടെ ഒരു സഹായത്തിനാ. എന്ത് പറ്റിയടാ? നിന്റെ വീട്ടിൽ വല്ല റെയ്ഡ് നടന്നോ? പുരാവസ്തുക്കളടക്കം കണക്കിൽപ്പെടാത്ത ഒരുപാട് സ്വത്തുക്കൾ കാണുമല്ലോ. കോവിലകമല്ലേ? അതൊന്നുമല്ല. ഇതൊന്നും അല്ലാതെ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ഞാൻ നിനക്ക് എന്ത് സഹായം ചെയ്തു തരാനാ? എന്റെ കസിനൊരു ജോലി വേണം. മാനത്തെ കൊട്ട